Dear children, this video is about electric current and heat produced by the current. We know that when current flows through a conductor, heat is producing. The heat producing depends on current through the conductor, second factor resistance, third time. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന്, കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് I, അതിൻ്റെ റെസിസ്റ്റൻസ് R, 3 അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം. ഇതിനെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു സ്റ്റഡി നടത്തി ഒരു റിലേഷൻ ഫോം ചെയ്തു ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതാണ് നമ്മൾ ജൂൾസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: The law states that the quantity of heat produced in a current carrying conductor is directly proportional to the square of the current, resistance of the conductor and time for which current flows. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 3 ക്വാണ്ടിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന്, സ്ക്വയർ ഓഫ് ദ കറണ്ടിൻ്റെ സ്ക്വയറിന്. 2, ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്. 3, അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമിന്. ഇതിന് 3നും പ്രൊപ്പോർഷണലായിരിക്കും. അപ്പം നമുക്ക് ആ റിലേഷനെ H പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ RT എന്ന് എടുക്കാം. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT ആണ്. H സമം I സ്ക്വയർ RT, അത്രയും ജൂൾ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ H എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റാണ്. I അതിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ടാണ്. R ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും. T എന്ന് പറയുന്നത് അതിൽ കറണ്ട് ഫ്ലോ ചെയ്ത ടൈമാണ്. ഇവിടെ കറണ്ട് ആംപിയറിലും റെസിസ്റ്റൻസ് ഓമിലും ടൈം സെക്കൻഡിലുമാണ് കണക്കാക്കുന്നത്. ഇതേ റിലേഷനെ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചിട്ട് മറ്റ് 2 രൂപത്തിൽ കൂടെ മാറ്റി എഴുതാൻ പറ്റും. വിനോ ഓംസ് ലോ പറയുന്ന V/I എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്, അതായത് R ആണ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഈ ഇക്വേഷൻ അതുകൊണ്ട്, അതായത് H സമം I സ്ക്വയർ RT എന്ന് പറയുന്ന ആ റിലേഷനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം ഓംസ് ലോ ഉപയോഗിച്ച്. ഒന്ന്, H ഈസ് ഈക്വൽ ടു VIT. ഇവിടെ V എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടാമത്തെ റിലേഷനാണ് H സമം V സ്ക്വയർ T/R. ഈ 2 റിലേഷൻ ഉപയോഗിച്ചും നമുക്ക് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാമതൊരു റിലേഷൻ ഉള്ളത്, പവർ തന്നിട്ടുണ്ടെങ്കിൽ ആ പവറും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ റിലേഷനാണ് H സമം P ഇൻറ്റു T. ഇവിടെ P എന്ന് പറയുന്നത് പവർ ആണ്. പിന്നെ ഈ റിലേഷനകത്തെ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒന്ന് H സമം I സ്ക്വയർ RT ആണ്, അത്രയും ജൂളാണ്. രണ്ടാമത്തെ റിലേഷൻ നിങ്ങൾക്ക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നത് H സമം VIT ആണ്. മൂന്നാമത്തെ റിലേഷൻ H സമം V സ്ക്വയർ T/R ആണ്. നാലാമത്തെ ഇക്വേഷൻ H സമം P ഇൻറ്റു T. ഈ 3 റിലേഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ജൂൾസ് ലോ ഒന്നുകൂടി പറയാം. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് വെച്ചാൽ, ഒന്ന് കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും